പല വിവാദങ്ങൾ കാരണം സിനിമകളുടെ പേര് മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പത്മാവതി എന്ന ചിത്രം ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ പത്മാവതായി മാറിയത്, സത്യനന്ദിക്കാട് ചിത്രം പൊന്മുട്ടയിടുന്ന തട്ടാൻ പൊന്മുട്ടയിടുന്ന താറാവായത്, മെന്റൽ ഹേക്ക ജഡ്ജ്മെന്റൽ ഹേക്ക ആയി മാറിയത് എന്നിങ്ങനെ ഇതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഇനി ഇതല്ല, റിലീസ് ചെയ്ത സിനിമയുടെ കളക്ഷൻ കൂട്ടാൻ സിനിമയുടെ പേര് മാറ്റിയ ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. DC-യുടെ ബേർഡ്സ് ഓഫ് പ്രേ എന്ന ചിത്രമാണ് സിനിമയിലെ നായികയുടെ പേര് കൂടി ചേർത്ത് ബേർഡ്സ് ഓഫ് പ്രേ ഹാർലി ക്വീനാക്കി മാറ്റിയത്. ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ഒരു സിനിമയുടെ പേരും നൈസായി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. മാർവലിന്റെ തണ്ടർ ബോൾട്സ് ആണ് ഈ പേര് മാറ്റം നടത്തിയത്. ദി ന്യൂ അവഞ്ചേഴ്സ് എന്നാണ് സിനിമയുടെ പുതിയ പേര്. ഇതിന് കാരണം വിവാദമോ അല്ല കളക്ഷൻ കുറഞ്ഞു പോയതോ ഒന്നുമല്ല, മാർക്കറ്റിംഗ് ആണ്. നല്ല ഒന്നാം നമ്പർ മാർക്കറ്റിംഗ്. സൂപ്പർ ഹീറോ ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മാർവൽ സ്റ്റുഡിയോസിന് 2 $2 ബില്യൺ കളക്ഷൻ നേടിക്കൊടുത്ത ചിത്രങ്ങളും 2 $1 ബില്യൺ ക്ലബിലെത്തിയ ചിത്രങ്ങളും അവഞ്ചേഴ്സ് എന്ന പേരിലാണ് റിലീസ് ചെയ്തത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സൂപ്പർ ഹീറോ ടീമും അവഞ്ചേഴ്സ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ പോലും നല്ല കട്ട അവഞ്ചേഴ്സ് ഫാൻസ് ഉണ്ട്. അവസാനം പുറത്തിറങ്ങിയ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറും എൻ ഗെയിമും ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയത് 300 കോടിയിലധികം കളക്ഷനാണ്. ക്യാപ്റ്റൻ അമേരിക്ക, അയൺമാൻ, ഹൾക്ക്, തോർ, ബ്ലാക്ക് വിഡോ തുടങ്ങി സ്പൈഡർമാൻ വരെ ആരാധകരുടെ ഇഷ്ട സൂപ്പർ ഹീറോസ് മുഴുവൻ ഒന്നിക്കുന്ന ഈ 2020 ചിത്രങ്ങൾ തിയേറ്ററിൽ വൻ ആഘോഷം സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ അവഞ്ചേഴ്സ് സൂപ്പർ ഹീറോസിന്റെ ഒരു ടീമപ്പ് ആണെങ്കിൽ തണ്ടർ ബോൾട്സ് സൂപ്പർ വില്ലന്മാരുടെ ടീമപ്പാണ്. മാർവൽ സ്റ്റുഡിയോസിന്റെ കോമ്പറ്റീറ്റേഴ്സായ DC സ്റ്റുഡിയോസിന് സൂയിസൈഡ് സ്ക്വാഡ് എന്ന പേരിൽ മുൻപ് തന്നെ ഇത്തരമൊരു ടീം ഉണ്ടെങ്കിലും മാർവലിൽ ഇതാദ്യമാണ്. ട്രെയിലറും ടീസറും ഒക്കെ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം തിയേറ്ററിലും ആരാധകരെ കയ്യിലെടുത്തു. മാർവലിന്റെ എൻ ഗെയിമിന് ശേഷം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ചിത്രമെന്നാണ് തണ്ടർ ബോൾട്സിനെ പലരും വിലയിരുത്തുന്നത്. ആരാണ് ഈ സൂപ്പർ വില്ലന്മാർ? ബ്ലാക്ക് വിഡോ എന്ന സിനിമയിലൂടെ നമുക്ക് സുപരിചിതരായ യെലേന ബിലോവ, റെഡ് ഗാർഡിയൻ, ടാസ്ക് മാസ്റ്റർ എന്നീ കഥാപാത്രങ്ങൾ, ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജിയറിലെ US ഏജന്റ്, ആൻഡ്മാൻ ആൻഡ് ദി വാസ്പിലെ ഗോസ്റ്റ്, പിന്നെ മാർവൽ സിനിമകളിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന ബക്കി അഥവാ വിന്റർ സോൾജിയർ എന്നിവരാണ് തണ്ടർ ബോൾട്സ് ടീമിലുള്ളത്. ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഈ ടീമപ്പ് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല കളക്ഷനും നിലവിൽ തണ്ടർ ബോൾട്സിന് ലഭിക്കുന്നുണ്ട്. തെറ്റുകൾ മാത്രം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ലോകത്തെ രക്ഷിക്കാൻ ഒന്നിച്ച് ഹീറോസായി മാറുന്നിടത്താണ് സിനിമയുടെ കഥ അവസാനിക്കുന്നത്. ശരിക്കും ദി ന്യൂ അവഞ്ചേഴ്സ് എന്ന പേരുമാറ്റം കഥയിലെ ഒരു വലിയ സ്പോയിലർ കൂടിയാണ്. മാർവൽ സ്റ്റുഡിയോസ് അവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വഴിയാണ് ഈ പേരുമാറ്റ വിവരം ആരാധകരെ അറിയിച്ചത്. തണ്ടർ ബോൾട്സ് നൗ പ്ലേയിങ് ഇൻ തിയേറ്റേഴ്സ് എന്നതിന് പകരം ദി ന്യൂ അവഞ്ചേഴ്സ് നൗ പ്ലേയിങ് ഇൻ തിയേറ്റേഴ്സ് എന്നാണ് പോസ്റ്ററിലുള്ളത്. അതിൻ്റെ ക്യാപ്ഷനിൽ തണ്ടർ ബോൾട്സ് എന്ന പേര് വെട്ടിക്കളഞ്ഞിട്ടുമുണ്ട്. സിനിമയിലെ പ്രധാന താരങ്ങളും ഈ പേരിടൽ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പേരുമാറ്റം വെറും ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. ഗൂഗിളിലും ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകളിലുമെല്ലാം ചിത്രത്തിൻ്റെ പേര് ഇപ്പോഴും തണ്ടർ ബോൾട്സ് എന്നാണ്. ഇവരാണ് പുതിയ അവഞ്ചേഴ്സ്. ഭാവിയിൽ വരാൻ പോകുന്ന ചിത്രങ്ങൾ ഇവരെ കേന്ദ്രീകരിച്ചാണ് നടക്കുക എന്ന് ആരാധകരെ അറിയിച്ച് തിയേറ്ററിൽ കൂടുതൽ ആളെ കയറ്റുക മാത്രമാണ് പോസ്റ്ററിലൂടെയും പേരുമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിലവിൽ പണം വാരിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിലെ സ്പോയിലർ തന്നെ പുറത്തുവിട്ട് കൂടുതൽ പണം വാരുക. അത് ഭാവിയിൽ വരാനിരിക്കുന്ന വമ്പൻ ചിത്രങ്ങൾക്ക് മുതൽ മുടക്കാക്കുക. എങ്ങനെയുണ്ട് മാർവലിൻ്റെ ഈ നമ്പർ 1 ബിസിനസ് തന്ത്രം?